ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ബ്രൗണിയാണ് കേട്ടോ. ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ ഒരുപാട് ടൈമിൻ്റെയോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ കുറഞ്ഞ ടൈമിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഒരു കേക്കൊക്കെ കഴിക്കാൻ കൊതിയാവുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്തേക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ട് താഴെ കാണുന്ന ഒരു ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെലോൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിൻ്റെ ക്വാണ്ടിറ്റി 500 ഗ്രാമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ ഇത്രയും ചോക്ലേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൽ നിന്ന് നേർ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാനിതാ ഒരു ബൗളിലോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ബട്ടറാണ്. അപ്പോൾ നിങ്ങൾ ബട്ടർ എടുക്കുന്ന സമയത്ത് ഇതുപോലെ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 100 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തമായിട്ടും ഈ ഒരു ചോക്ലേറ്റിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിൽ മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒരു വലിയ ബൗളിലോട്ട് ഇത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ, അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ബൗൾ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചോക്ലേറ്റും ബട്ടറും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഓവർ തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചെറുതായി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ തന്നെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ബൗൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അത് തനിയെ അങ്ങ് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ട് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. അടുത്തതായിട്ട് ഇതിലോട്ട് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊരു ബൗളിൽ തന്നെ കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഇതിലോട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ ചേർത്താൽ മതി. അപ്പോൾ ആ ഒരു പഞ്ചസാര ഈ ഒരു കോഴിമുട്ടയിൽ നല്ല രീതിക്ക് മിക്സ് ആവുന്ന രീതിയിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ബീറ്റ് ചെയ്യാന്ന് പറയുമ്പം ഒരുപാട് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നല്ല രീതിക്ക് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഒട്ടും തന്നെ പീസസ് ഒന്നുമില്ല, എല്ലാം തന്നെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ചൂടാറിക്കോട്ടെ. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ബ്രൗണി ഉണ്ടാക്കാനുള്ള ടിന്നൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ടിന്നിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ടിന്നിലോട്ട് ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുറത്തേക്കായി കാണുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രൗണി ബേക്ക് ചെയ്തെടുക്കാനുള്ള ടിന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു ഓവൻ സെറ്റപ്പാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. നല്ല അടപ്പുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം ചൂടായി വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കിനി ബാക്കി പണികളൊക്കെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മിക്സ് എടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുന്ന സമയത്ത് ഒരുപാട് ചൂടിൽ അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട. നല്ല രീതിക്ക് തന്നെ ചൂടാറി ഒരു ലൈറ്റ് ചൂടിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന കാരണം മെൽറ്റഡ് ചോക്ലേറ്റ് ചേർക്കാൻ വേണ്ടി വിട്ടുപോയി. ഞാനിപ്പോൾ കാണിക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. 1/4 കപ്പ് മൈദയിലോട്ട് 4 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 കപ്പ് മൈദ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ കുറച്ചുകൂടെ ഒരു കളറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ കുറച്ച് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് അരിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു ടൈമിലാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ആയത് ഇതിൽ ചോക്ലേറ്റ് ചേർത്തില്ലല്ലോ എന്ന്. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ട് അതിലോട്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് മൊത്തമായിട്ടും ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൽ നിന്നൊരു 2 ടീസ്പൂൺ ചോക്ലേറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ വല്ല ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു ചോക്ലേറ്റ് മൊത്തമായിട്ടും ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ചോക്ലേറ്റും എഗ്ഗും ഒക്കെ നല്ല രീതിക്ക് മിക്സ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ
നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈദയും കൊക്കോ പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മൈദ ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് തരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൈദയും ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബാറ്ററൊക്കെ നല്ല രീതിക്ക് സെറ്റ് ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇത് അത്യാവശ്യം ഒന്ന് മിക്സ് ആയെന്ന് കണ്ടാൽ നമ്മൾ ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ചേർക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ആവണം കേട്ടോ. ഈ ഒരു മൈദയും ചോക്ലേറ്റും ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ആയതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റിൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോക്ലേറ്റിൻ്റെ പീസ് ചേർത്ത് കഴിഞ്ഞാൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നന്നാവുക. ഇതുപോലെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്റർ മൊത്തമായിട്ടും ആ ഒരു ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു ബാറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കാഷ്യോ അല്ലെങ്കിൽ ആൽമണ്ട്സോ ഒക്കെ എടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ മൈദ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചേർത്ത് കൊടുക്കുക. മൈദ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പൊടിയോട് കൂടി തന്നെ ഈ ഒരു ബാറ്ററിൽ ചേർത്തിട്ട് ഇതുപോലെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മുടെ പാത്രമൊക്കെ നല്ല രീതിക്ക് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രൗണി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. എനിക്ക് ഈ ബ്രൗണി ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. പിന്നെ നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. കറക്റ്റ് 45 മിനിറ്റ് ആവുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ആ ഒരു ടൈമിൽ പതിയെ ഒന്ന് തുറന്നു നോക്കുക. അപ്പോൾ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു രീതിയിലാണ് ഈ ബ്രൗണി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ബ്രൗണി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിലാണ് ഈ ഒരു ബ്രൗണി കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പീസ് നമ്മൾ പുറത്ത് പോയി കഴിക്കുകയാണെങ്കിൽ 70 രൂപ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കഴിക്കാനുള്ള ബ്രൗണി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ബ്രൗണി ഉണ്ടാക്കുന്ന ടൈമിലാണ് ഇത് ഇത്രയ്ക്ക് സിമ്പിളാണെന്നുള്ള കാര്യം മനസ്സിലായത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മെൽറ്റഡ് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പം ആ ഒരു ഷേപ്പിലാണല്ലോ കിട്ടുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവനുസരിച്ചിട്ട് എനിക്ക് 9 പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാവേ. പിന്നെ ചില ആളുകളൊക്കെ ഇത് ഐസ്ക്രീം വെച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ കഴിക്കുന്നത്. വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അതുമാത്രമല്ല കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിനും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തു കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പുതിയ ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പലരും നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ ലൈക്കും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.